ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ആയില്യം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് ആയില്യം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ബലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ ആയില്യം നക്ഷത്രത്തിൽ പിറന്നവർക്ക് 2025 ആണ്ട് വളരെ ഗുണകരമായിട്ട് കാണുന്നു. നേട്ടത്തിൻ്റെ കാലം തന്നെയാണ് നിങ്ങൾക്ക് 2025 ആണ്ട്. ഈ വരുന്ന ജനുവരി ഫെബ്രുവരി മാസവും വിഭിന്നമല്ല, ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്, അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഗുണകരമായിട്ടാണ് കാണുന്നത്. കാരണം വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ വളരെയധികം പുരോഗതി ഉണ്ടാവുന്നൊരു സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം. അതുപോലെ നിങ്ങളുടെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലും ഗുണകരമായിട്ട് കാണുന്നു. അപ്രതീക്ഷിതമായിട്ട് ധനയോഗമുള്ളൊരു സമയമാണ്. ലോട്ടറി പോലുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ഭാഗ്യപരീക്ഷണം നടത്താൻ സാധിക്കുന്നൊരു സമയമാണ്, ഒന്ന് നടത്തേണ്ട സമയമാണ്. എല്ലാവരും ലോട്ടറി എടുക്കണമെന്നല്ല, ചിലർക്കൊക്കെ അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് ബിസിനസ്സുകാർക്കും ഗുണകരമായ സമയമാണ്. അക്ഷീണമായ പരിശ്രമം മൂലം നിങ്ങൾക്കുണ്ടായിരുന്ന നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ദീർഘനാളായിട്ട് നഷ്ടത്തിൽ കിടന്ന ബിസിനസ്സൊക്കെ ഒന്ന് പൊടി തട്ടി ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനമോ ആഭരണമോ ഒക്കെ തിരിച്ച് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് പല ഫലത്തുനിന്നും ഗുണകരമായ പല ഫലങ്ങളും ഉള്ളത് കൊണ്ട് നിങ്ങളൊരു അലസനായിട്ട് മാറാൻ, മടിയനായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടാകും. അലസത വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. കാര്യത്തിൽ നിങ്ങളുടെ ഗുണാനുഭവങ്ങളുടെ മാറ്റ് കുറയ്ക്കാനായിട്ട് ഇത് പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് അലസതയും മടിയൊക്കെ ഒന്ന് മാറ്റി കുറച്ച് ദിനചര്യങ്ങളൊക്കെ, പ്രാർത്ഥന പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മടി മാറ്റിയെടുക്കേണ്ടതാണ് ഈ സമയങ്ങളിൽ. നിങ്ങളുടെ കുടുംബജീവിതമൊക്കെ സന്തോഷകരമായിട്ടൊക്കെ തന്നെ ആയിരിക്കും പോകുന്നത്. സന്താനഭാവവും ഗുണകരമാണ്. സന്താനങ്ങൾക്ക് ഉയർച്ച കാണുന്നുണ്ട്. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. അത് എതിർ ചേരികളിൽ നിൽക്കുന്നവർക്ക് കടുത്ത മാനസിക പ്രയാസം ഉണ്ടാക്കി വെക്കുന്നതാണ്. അത് ശത്രുക്കളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാതെ മറ്റുള്ളവരെ തള്ളിപ്പറയുന്ന അവസ്ഥ നിങ്ങളായിട്ട് ഉണ്ടാക്കി വെക്കാതിരിക്കുക. വ്യവഹാരങ്ങളിൽ നിന്നും അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്നതാണ്. അത് കോടതി വ്യവഹാരങ്ങളായിക്കോട്ടെ, കുടുംബ സ്വത്തിനെ ചൊല്ലിയുള്ള തർക്ക വിഷയങ്ങളായിക്കോട്ടെ, മറ്റേതെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ വരവ് ചിലവ് കണക്കുകൾ തുല്യമായിട്ട് പോകുന്നതാണ്. നീക്കിയിരിപ്പുണ്ടാകില്ലെങ്കിലും എത്ര തന്നെ ചിലവുണ്ടെങ്കിലും അതിന് തക്കതായിട്ടുള്ള വരവും ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ്. പ്രതീക്ഷിച്ചിരുന്ന മിക്ക കാര്യങ്ങളും സഫലമാവുന്നതാണ്. ഈ ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ ഗുണാനുഭവങ്ങൾ ഉച്ചത്തിലെത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ പ്രതീക്ഷിച്ചെന്ന് പലതും സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷ നേടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കഴിയാവുന്നതും നിങ്ങൾ യാത്ര പുറപ്പെടുമ്പോൾ ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് മാത്രം യാത്ര പുറപ്പെടുക. നിങ്ങൾ കൂട്ടിച്ചേർന്നുള്ള വ്യവഹാരങ്ങളോ വ്യവസായങ്ങളോ ദോഷകരമായിട്ട് സംഭവിക്കാറുള്ളത്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് ദോഷകരമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യേണ്ട. തുടങ്ങുകയാണെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങളിലൊക്കെ ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് മനസ്സിലിരുത്തി നന്നായിട്ട് ചിന്തിച്ചിട്ട് മാത്രം കാര്യങ്ങൾ നീക്കുക. നിങ്ങൾക്ക് ദോഷഫലം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ബിസിനസ്സിൽ നിന്നൊക്കെ. വെട്ടിത്തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കഴിയാവുന്നതും ഒഴിവാക്കേണ്ട സമയമാണ്. പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ ദോഷകരമായിട്ട് തന്നെ ബാധിക്കുന്നതാണ്. ഏത് തീരുമാനവും നന്നായിട്ട് ആലോചിച്ച് എടുക്കാവുള്ളൂ. ബിസിനസ്സിലായിക്കോട്ടെ, മറ്റേതെങ്കിലും ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ അഡ്വൈസുകൾ ചോദിക്കുന്ന, ഉപദേശങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടും ഗുണകരമായി തീരും. ഉദരസംബന്ധമായ ചില രോഗങ്ങൾ ഉണ്ടാകാനിടയുള്ളതുകൊണ്ട് ഈ പുറത്തു നിന്നുള്ള ഭക്ഷണം ഒക്കെ കഴിയാവുന്ന ഒഴിവാക്കുക. ഉദരസംബന്ധമായിട്ട് അസുഖങ്ങൾ പിടിപെടാനുള്ളതുകൊണ്ട് പഴകിയ ഭക്ഷണം കഴിക്കുക, പാക്കറ്റ് ഫുഡുകൾ വാങ്ങി കഴിക്കുക, ഹോട്ടലുകളിൽ നിന്നൊക്കെ
ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുകയൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കഴിയാവുന്ന ഹോംലി ഫുഡ് തന്നെ, സ്വന്തം വീട്ടിലുണ്ടാകുന്ന ഭക്ഷണങ്ങൾ തന്നെ കഴിക്കുന്നതായിരിക്കും ഈ സമയങ്ങളിൽ നല്ലത്. ഈ ഉദരസംബന്ധമായിട്ട് അസുഖം കണ്ടാൽ ഉടനെ ഒരു ഡോക്ടറുടെ വൈദ്യസഹായം തേടേണ്ടതാണ്. സ്വയം ചികിത്സയ്ക്ക് മുതിരരുത്. അത് മൂർച്ഛിക്കാനായിട്ട് സാധ്യത കൂടുതലായിട്ടുള്ളതുകൊണ്ട് അത് അബദ്ധവശാൽ ഇങ്ങനെ കഴിച്ചാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഉദരസംബന്ധമായ അസുഖം പിടിപെട്ടാൽ ഉടനെ വൈദ്യസഹായം തേടുന്നതായിരിക്കും ഈ സമയങ്ങളിൽ ഉത്തമം. സ്നേഹം നടിച്ച് അടുത്തു കൂടുന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. സ്തുതി പാടകരുടെയൊക്കെ പറയുന്നവരുടെയൊക്കെ ഒരു എണ്ണം കൂടുന്ന സമയമാണ്. നമ്മൾ നന്നായിട്ട് മുതലെടുക്കാൻ വരുന്നതാണ്. നമ്മളോട് സ്നേഹം കൂടി അടുത്ത് കൂടുന്നവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ്. ഈ സമയങ്ങളിൽ മുതലെടുപ്പുകാരെ നിലക്ക് നിർത്തേണ്ട ഒരു സമയം കൂടിയാണ്. അല്ലെങ്കിൽ അവർ നിങ്ങളെ നന്നായിട്ട് മിസ്യൂസ് ചെയ്യുന്നതാണ്. പുതിയ ബന്ധങ്ങളുടെ പദവികൾ നേട്ടമുണ്ടാകുന്നതാണ്. പുതിയ ബന്ധങ്ങളിലൂടെ പലവിധ നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടും. അത് മുഖാന്തരം ലാഭങ്ങൾ ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിലായിക്കോട്ടെ മറ്റേതെങ്കിലും ആയിക്കോട്ടെ ചെറിയ ചെറിയ ലാഭമൊക്കെ ജീവിതത്തിലും ഉണ്ടാകുന്നതാണ്. പ്രവർത്തന മേഖല എന്തുകൊണ്ടും പുഷ്ടിപ്പെടുന്ന സമയം ഫെബ്രുവരി അവസാനമൊക്കെ ആകുമ്പോൾ പ്രവർത്തന മേഖല വളരെ ഗുണകരമായിട്ട് മാറുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ മേഖലയിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ സഹായം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. ഭഗവാന്റെ കാരുണ്യത്താൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ ഏത് കാര്യവും പൂർത്തീകരിച്ച് കിട്ടുന്ന സമയമാണ്. പ്രകൃതി നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ്. ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, മറ്റേതെങ്കിലും വിദേശത്ത് പോകുന്നവരായിക്കോട്ടെ, വിവാഹചിന്തനം നടത്തുന്നതായിക്കോട്ടെ, സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, അങ്ങനെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് സബലീകരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം. പ്രത്യേകിച്ച് ഈ വർഷം നിങ്ങളുടേതായി മാറിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ മടിയൊക്കെ മാറ്റി കുറച്ചുകൂടി കർമ്മനിരതരായിട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലൊരു ജീവിത വിജയം നിങ്ങൾക്ക് ഉണ്ടാവുന്നൊരു സമയമാണ്. അപ്പോൾ മടി പിടിച്ചൊക്കെ മാറിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് ഒരു ഉണർവോടുകൂടി നിങ്ങളുടെ കർമ്മമേഖലയിലേക്ക് പോവുക. നിങ്ങൾ തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങളുടെ മാറ്റം വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമായിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിലോ വ്യാഴാഴ്ച ദിവസങ്ങളിലോ ഒക്കെ ദേവീക്ഷേത്രം സന്ദർശിക്കുന്നത് നല്ലതാണ്. ദേവിക്ക് വെളുത്ത പായസം കൊടുക്കുക, വെളുത്ത പൂക്കൾ കാൽക്കൽ വെക്കുക, അല്ലെങ്കിൽ വെളുത്ത പൂ കൊണ്ട് മാല ചാർത്തുക, ഉടയാട അമ്മയ്ക്ക് ഉടയാട കൊടുക്കുക, പട്ടും താലിയും കൊടുക്കുക. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. ചിലയിടത്ത് ഉണ്ട്, ചിലയിടത്ത് ഇല്ല. അവിടെ പട്ടും താലിയും കൊടുക്കുക എന്ന് പറയും. താലിമാല, അതൊരു മഞ്ഞച്ചരടിൽ ചേർത്ത ചെറിയൊരു താലി, പിന്നെ ഒരു മീറ്ററിൻ്റെ ഒരു പട്ട് ഉടയാടയായിട്ട് ദേവിക്ക് നടക്കിൽ വെക്കുന്ന ഒരു ചടങ്ങാണ്. അത് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ ദേവീക്ഷേത്രത്തിലെ വഴിപാടുകളൊക്കെ അറിയാമല്ലോ. നിങ്ങളുടെ നാളുകൾ വെച്ചിട്ട് പറ്റുമെങ്കിൽ ഗണിച്ചിട്ട് എടുത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത് വളരെ ഉത്തമമാണ്. കാരണം സമയം നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഒരു പോരായ്മ കൊണ്ട് ആ നല്ല സമയം നമുക്ക് ലഭ്യമാകാതെ പോകരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നിങ്ങൾ സർപ്പം പാട്ട് നടത്തുക. ഞായറാഴ്ചകളിലൊക്കെ ശിവക്ഷേത്രത്തിൽ തളിച്ചൂട നടത്തുന്നതൊക്കെ ഗുണകരമാണ്. അപ്പോൾ എല്ലാവർക്കും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഉന്നത വിജയം നേടാൻ സാധിക്കട്ടെ. അതിനുള്ള അനുഗ്രഹം അമ്മ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.